നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനാണ് 5 വർഷവും പ്രതിപക്ഷ നേതാവെങ്കിൽ പത്രമാപ്പീസ് പൂട്ടിയിടാമെന്ന് ദേശാഭിമാനിയിലെ മാധ്യമ സിംഗങ്ങൾ. വിജയന് നിയമസഭയിലാണ് പിരിവെട്ടുന്നതെങ്കിൽ ദേശാഭിമാനിക്ക് പത്രമാപ്പീസിലും സോഷ്യൽ മീഡിയയിലും അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുന്നു. കപ്പിത്താനും ക്യാപ്റ്റനുമൊക്കെ മാറി. സഖാക്കൾ പിണറായിക്ക് പുതിയ പേരിട്ടിട്ടുണ്ട്, യു ടേൺ അടി വിജയൻ. എപ്പോൾ വേണമെങ്കിലും വിജയൻ യു ടേൺ അടിക്കും. അതുകൊണ്ട് പത്രത്തിൽ ഒരു വരി വിശ്വസിച്ചെഴുതാൻ കഴിയാത്ത ഗതികേട്. കൈരളി ചാനലിന്റെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. ഗർജിക്കുന്ന പിണറായി സിംഗം സഭയിൽ ഗതികെട്ടിരിക്കുന്നത് എങ്ങനെ നാട്ടാരെ കാണിക്കാൻ കഴിയും? അതുകൊണ്ട് കൈരളി ഇപ്പോൾ കുക്കറി ഷോയും വല്യേട്ടൻ പടവും ഇട്ട് തടി തപ്പുന്നു. ദേശാഭിമാനിക്കിപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വന്നിരിക്കുകയാണ്. സഭയിലെ വാർത്തയോ മുൻ സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെയോ വാർത്ത കൊടുത്താൽ ഉടനെ പാർട്ടി ആഫീസിൽ നിന്ന് വിളി വരും. ആ വാർത്ത കൊടുക്കേണ്ട, പിൻവലിച്ചേക്ക് എന്ന്. വെബിൽ കൊടുക്കുന്ന വാർത്തയാണെങ്കിൽ പിൻവലിക്കാം. പത്രത്തിൽ അച്ചടിച്ചു പോയത് എങ്ങനെ സഖാവെ പിൻവലിക്കുമെന്ന് തലയിൽ കൈവച്ച് ദേശാഭിമാനിക്കാരന്മാരുടെ മോങ്ങൽ. ഇതോടെ കൊടുക്കാനുള്ള വാർത്തകൾ AKG സെന്ററിൽ കാണിച്ച് സെൻസർ ചെയ്തേ പുറത്തുവിടാൻ പറ്റൂ. ഒരു വരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പിണറായിയും പാർട്ടി ആഫീസും തവിട് പൊടി. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞാണ് ദേശാഭിമാനി ഇപ്പോൾ ഓരോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നൊന്ന് എടുത്തു കളയാമോ എന്ന് സഹികെട്ട് ദേശാഭിമാനിയും ചോദിക്കുന്നു. വിഴിഞ്ഞം വിഷയത്തിൽ ഒരു കോളം വാർത്ത പോലും കൊടുക്കാൻ കഴിയാത്ത ദുരിതമാണ് ദേശാഭിമാനിക്ക് വന്നിരിക്കുന്നത്. എഴുതിയാൽ നാട്ടുകാരെടുത്ത് ഭിത്തിയിൽ കയറ്റും. ഈ പേടി കാരണം വിഴിഞ്ഞം അദാനി വാർത്തകൾ ദേശാഭിമാനി ഇപ്പോൾ മുക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 6000 കോടിയുടെ കടൽ കൊള്ളയെന്ന് 1-ാം പേജിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് വാർത്ത കൊടുത്ത അന്ന് തുടങ്ങിയതാണ് ദേശാഭിമാനിക്ക് കാലക്കേട്. അതും പിണറായിയുടെ വാക്ക് കേട്ട് കടൽ കൊള്ള അങ്ങ് തള്ളി മറിക്കുകയായിരുന്നു. പിന്നീട് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ഇതേ അദാനി കൂട്ടുകെട്ടിൽ വിഴിഞ്ഞം വികസന സ്വപ്നമെന്ന് തലക്കെട്ടിൽ വാർത്ത വേറെ കൊടുത്തു. നാണമുണ്ടോടാ നാണം കെട്ടവന്മാരെ ഇതൊക്കെ എഴുതാനെന്ന് അന്ന് ജനം ചൂലുംകെട്ടിന് അടിച്ചു ചോദിച്ചു. ഇപ്പോൾ സതീശൻ സർക്കാർ വന്നപ്പോൾ വീണ്ടും കടൽ കൊള്ളയെന്ന് ദേശാഭിമാനി എഴുതി. സഹികെട്ട് ജനം ദേശാഭിമാനിക്കാരെ വളഞ്ഞിട്ടാണ് തല്ലിയത്. ഇതിന്റെ കൂടെ നിയമസഭയിൽ പിണറായി യു ടേൺ അടിക്കുക കൂടി ചെയ്തപ്പോൾ പെട്ടത് ദേശാഭിമാനിയാണ്. ഇനി വിഴിഞ്ഞം വാർത്ത കൊടുക്കണ്ട എന്ന് പത്രം ആഫീസിന്റെ തീരുമാനം. നിനക്കൊക്കെ എത്ര തന്തയുണ്ടടാന്ന് നാട്ടുകാരുടെ ചോദ്യത്തിൽ പത്രം ആഫീസ് പൂട്ടി ഓടേണ്ട ഗതികേടിലാണ് ദേശാഭിമാനി വന്നു നിൽക്കുന്നത്. നമുക്ക് 2 കാലഘട്ടത്തിലെ ദേശാഭിമാനിയുടെ വിഴിഞ്ഞം വാർത്തകളൊന്ന് പരിശോധിക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം പദ്ധതിയിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത ആദ്യം ഒന്ന് നോക്കാം. കടൽ കൊള്ള എന്ന തലക്കെട്ടിൽ പുറത്തിറങ്ങിയ 1-ാം പേജിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ദേശാഭിമാനി അന്ന് നടത്തിയത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദാനിയും കൈകോർത്ത തീവെട്ടി കൊള്ളയ്ക്ക് പിന്നിലെ ലക്ഷ്യം 6000 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയാണെന്നായിരുന്നു ദേശാഭിമാനി അന്ന് വാർത്തയിൽ തള്ളിമറിച്ചത്. കൊച്ചി മെട്രോയിൽ പരാജയപ്പെട്ടപ്പോൾ ഇവിടെ വികസന കുതിപ്പിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പദ്ധതി അദാനിക്ക് തീരെഴുതിയതെന്നും വാർത്തയിലുണ്ടായിരുന്നു. അദാനിക്ക് വേണ്ടി പെട്ടി ചുമക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാർട്ടൂണും വാർത്തയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ പദ്ധതിയുടെ ഭാഗമായി കടൽ കുഴിക്കൽ തുടങ്ങിയതോടെ ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും മത്സ്യ ലഭ്യത കുറഞ്ഞതായും വാർത്തയിലുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച സഹായങ്ങളും തൊഴിൽ പുനരധിവാസവും സർക്കാർ മറന്നു തുടങ്ങി. കടൽ വിദേശ കപ്പലുകൾക്കും കര വിഴിഞ്ഞം വാണിജ്യ പോർട്ടിനായി അദാനിക്കും നൽകിയതോടെ തീരദേശവാസികളുടെ മത്സ്യബന്ധനം അസാധ്യമായെന്നും വാർത്തയിലുണ്ടായിരുന്നു. കൂടാതെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ഇങ്ങനെ കുഴിക്കുന്നത് കൊണ്ട് മുതലപ്പൊഴിയിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ മുങ്ങി മരിക്കും എന്നൊക്കെയായിരുന്നു വാർത്തയിൽ അന്ന് ഉണ്ടായിരുന്നത്. ഇനിയാണ് യു ടേൺ അടിയുടെ തുടക്കം. അതായത് പിണറായി സർക്കാരിന്റെ കാലത്തെ ദേശാഭിമാനിയിൽ വന്ന വിഴിഞ്ഞം വാർത്ത നമുക്ക് പരിശോധിക്കണം. അതിനകത്തിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ലോക സമുദ്ര വ്യാപാര ഭൂപടത്തിൽ കേരളത്തിന്റെ വിസിലടി മുഴക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇനി നാടിന് സ്വന്തം. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ 3-ാം സഹസ്രാബ്ദത്തിലെ വികസന കുതിപ്പിന്റെ കവാടമായി കേരളം. വിഴിഞ്ഞത്തിലൂടെ കേരളത്തെ ആഗോള മാരിടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കും. നാടിന്റെ പുരോഗതിക്കുള്ള പദ്ധതികളിൽ രാഷ്ട്രീയം വേണ്ടെന്ന നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചതെന്നും പല പ്രതിബന്ധങ്ങളെയും മറികടന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2015 ഒരു കരാർ ഉണ്ടായെങ്കിലും പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി.
അവ നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം നടപ്പാക്കുക എന്നതിനാണ് 2016 വന്ന LDF സർക്കാർ മുഖ്യ പരിഗണന നൽകിയത് എന്നും പിണറായി വിജയൻ പറഞ്ഞു. വിസ്മൃതിയാകുമായിരുന്ന വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സർവ്വദേശീയ തുറമുഖമാക്കി മാറ്റിയത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അങ്ങനെ ഇതും നമ്മൾ നേടി. കേരളത്തിന്റെ ദീർഘകാലമായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അഭിമാനകരമായ നിമിഷമാണിന്ന് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് കേവലം തുറമുഖ കവാടം തുറക്കലല്ല, 3-ാം സഹസ്രാബ്ദത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ്. ഇന്ത്യയെ സാർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണി ചേർക്കുന്ന മഹാസംരംഭം. ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ബൃഹത് തുറമുഖം നിർമ്മിക്കുന്നത്. ഇതായിരുന്നു പിന്നീട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ ദേശാഭിമാനി പടച്ചുവിട്ട വാർത്ത. അവിടെ എവിടെയും നമുക്ക് കടൽ കൊള്ള കാണാൻ കഴിഞ്ഞില്ല. മത്സ്യബന്ധനം ഇല്ലാതാകുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നും അവരുടെ ഉപജീവനം നഷ്ടപ്പെടുമെന്ന ഉള്ള ഒരു വരി നമ്മൾ അവിടെ എവിടെയും കണ്ടില്ല. മുതലപ്പൊഴിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും മത്സ്യബന്ധനത്തിന് പോകുന്നവർ മരണപ്പെടുമെന്നും ഒരു വരി പോലും നമ്മൾ ദേശാഭിമാനിയിൽ പിണറായി മുഖ്യമന്ത്രിയായി വന്ന കാലത്ത് നമ്മൾ കണ്ടില്ല. അപ്പോൾ മാത്രം വിഴിഞ്ഞം വികസനമാണ്, അപ്പോൾ മാത്രം അദാനി വികസന നായകനാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദാനി ബൂർഷയും കുത്തക മുതലാളിയും ഒക്കെയായിരുന്നു. ഇതാണ് ആ യൂടേൺ അടിയുടെ ഒരു അന്തരം നിങ്ങൾ നോക്കണം. ഇനി ഇപ്പോഴത്തെ VD സതീശൻ സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം ദേശാഭിമാനിയിലെ വാർത്തകൾ കൂടി ഒന്ന് നോക്കണം. അതും ബഹുകേമമാണ്. അദാനിയുമായി ചേർന്ന് സതീശന്റെ കൊള്ള, ഓഹരികൾ വിദേശ കമ്പനിക്ക് വിൽക്കുന്നത് അഴിമതി, സതീശനും അദാനിയുമായി ചേർന്നുള്ള കൈകൊടുക്കൽ, വിഴിഞ്ഞത്തെ കുത്തകവൽക്കരിക്കുന്നു, ഇങ്ങനെ നീളുന്നു വാർത്ത. ഒരേ വിഷയത്തിൽ തന്നെ ഓരോ കാലഘട്ടത്തിലും എത്രയെത്ര യൂടേൺ അടിയാണ് ദേശാഭിമാനി എന്ന പത്രം നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം പിണറായി വിജയന്റെ വാക്കും കേട്ടാണല്ലോ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഇതാണ് ഒരു പത്രത്തിന്റെ മാധ്യമ ധർമ്മം. നിങ്ങളുടെ നേതാക്കൾ അധികാരത്തിൽ വരുമ്പോൾ എല്ലാം വികസനം, നിങ്ങളുടെ നേതാക്കൾ അധികാരത്തിൽ നിന്നിറങ്ങി പ്രതിപക്ഷത്തായി കഴിഞ്ഞാൽ എല്ലാം പിന്നെ കുത്തകവൽക്കരണം, കേരളത്തെ വിറ്റുതൊലയ്ക്കുന്നു എന്നുള്ളതാക്കും. നിയമസഭ തുടങ്ങിയ ദിവസം മുതൽ വിഴിഞ്ഞം സഭയിൽ ചർച്ചയാണ്. അന്ന് ദേശാഭിമാനി വാർത്ത വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്നായിരുന്നു. പിണറായി കാലത്ത് തുടങ്ങി വെച്ചത് സതീശൻ ഏറ്റെടുത്തു എന്നായിരുന്നു. എന്നാൽ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് എന്തായിരുന്നു? വിദേശ കമ്പനികളുമായുള്ള ഈ സർക്കാരിന്റെ നീക്കം വിഴിഞ്ഞം കുത്തകവൽക്കരിക്കുന്നതിനാണ് എന്നായിരുന്നു. അപ്പോഴും ദേശാഭിമാനി വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. ഒരേ വിഷയത്തിൽ പാർട്ടി മുഖപത്രവും പ്രതിപക്ഷ നേതാവും പറഞ്ഞത് 2 കാര്യങ്ങൾ. ഉടനെ പാർട്ടി ആഫീസിൽ നിന്ന് ദേശാഭിമാനി ആഫീസിലോട്ട് കോള്. അമളി പറ്റിയ ഉടൻ തന്നെ വാർത്ത പിൻവലിച്ച് ദേശാഭിമാനി തടിതപ്പി. പിറ്റേന്ന് ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്തായിരുന്നു? അത് പിണറായി വിജയന്റെ തനി ശൈലിയിലുള്ള വാർത്തയായിരുന്നു. വിദേശ നിക്ഷേപം കൊള്ള, കുത്തകവൽക്കരണമെന്ന്. നീയൊക്കെ എവിടെയും ഒരിടത്ത് നിൽക്കുന്ന നാട്ടുകാർ വീണ്ടും എയറിൽ കയറ്റി. വിഴിഞ്ഞത്തെ നിക്ഷേപ ഒഴുക്ക് പിണറായി കാലത്തെ നേട്ടമെന്ന് ദേശാഭിമാനി എഴുതിയതിൽ നേതാക്കൾ കട്ടക്കലിപ്പിലായിരുന്നു. അന്നത്തെ ദിവസം പത്രം ആഫീസിലേക്ക് നിലയ്ക്കാത്ത കോളുകളും നേതാക്കളുടെ തെറിവിളിയുമായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിൽക്കാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ചോദ്യങ്ങളുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വന്നിരുന്നു. തോമസ് ഐസക് ആ കുറിപ്പിൽ ദേശാഭിമാനിയെ വിമർശിക്കുകയും ചെയ്താണ് ഒരു വരി എഴുതിയത്. ഏകദേശം 13,000 കോടി രൂപയുടെ ഈ വൻകിട ഇടപാട് കേരള സർക്കാരിനെ അറിയിക്കാതെയും അനുമതി വാങ്ങാതെയുമാണ് അദാനി ഗ്രൂപ്പ് നടത്തിയത് എന്നായിരുന്നു തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയത്. പദ്ധതിയുടെ സിംഹഭാഗം തുകയും പൊതുമേഖലയിൽ നിന്ന് വിനിയോഗിച്ചിട്ടും വെറും 2,497 കോടി രൂപ മാത്രം മുടക്കിയ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ 49% ഓഹരികൾ മറിച്ചു വിൽക്കുന്നതിലൂടെ 13,000 കോടി രൂപ സ്വന്തം പോക്കറ്റിലാക്കുകയാണെന്ന് തോമസ് ഐസക് കുറ്റപ്പെടുത്തി. ഇത് കേരളത്തിൽ നടത്തുന്ന പുതിയ നിക്ഷേപമാണെന്ന് മാധ്യമമായ ദേശാഭിമാനി പത്രം തെറ്റിദ്ധരിച്ചതാണെന്നും യഥാർത്ഥത്തിൽ ഇത് അദാനിയുടെ കൈകളിലേക്കാണ് പോകുന്നതെന്നും തോമസ് ഐസക് എടുത്തു പറഞ്ഞു. അതായത് ദേശാഭിമാനിയിൽ വന്ന പിഴവ് അത് ഇട്ടുമറയ്ക്കുന്നതിന് വേണ്ടി ഒരു വരി കൂട്ടിച്ചേർക്കുകയായിരുന്നു തോമസ് ഐസക്. ഇത് പറയുന്ന തോമസ് ഐസക്കിനോട് 49% വിൽക്കുന്നു എന്ന വിവരം വന്നപ്പോൾ ചാടി ഇറങ്ങിയ നിങ്ങൾ അദാനി 25% വിറ്റിരുന്നെങ്കിൽ എന്തെങ്കിലും പറയുമായിരുന്നോ? അതാണ് മറുചോദ്യം.
അദാനിക്ക് ഓഹരിയുടെ 25% വിൽക്കാം എന്ന വ്യവസ്ഥയുണ്ട്. അതായത് 49% വിൽക്കുന്നതിനെ എതിർക്കുന്ന CPMകാർ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അദാനി 25% വിറ്റാൽ ഒരക്ഷരം പ്രതികരിക്കില്ല. കാരണം അന്നുണ്ടാക്കിയ കരാറിൽ 25% ഓഹരി അദാനിക്ക് വിൽക്കാം എന്ന വ്യവസ്ഥ എഴുതി ചേർത്തിട്ടുണ്ട്. അന്നുണ്ടാക്കിയ കരാറ് പരിശോധിച്ചാൽ ഇതുപോലെ അദാനിക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങളിലാണ് ഇളവ് നൽകിയിരിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് പിണറായി വിജയൻ നിയമസഭയിൽ ഒരക്ഷരം അദാനി വിഴിഞ്ഞം വിഷയം വരുമ്പോൾ മിണ്ടാതെ വായും പൂട്ടിക്കെട്ടിയിരിക്കുന്നത്. ഇതുകൂടാതെ പ്രതിപക്ഷ നിരയിൽ നിന്ന് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എന്ത് ധൈര്യത്തിലാണ് അദാനി ഓഹരികൾ വിൽക്കുന്നത് എന്ന്. അതിന് അദാനിക്കുള്ള ഒരേ ഒരു ധൈര്യം നിങ്ങളൊക്കെ അയാൾക്ക് സർവാധികാരം കൊടുത്തു എന്നുള്ളതാണ്. കേരളത്തിന്റെ ഭൂമി, കേരളത്തിന്റെ തീരദേശം അത് അദാനിയുടെ കൈകളിലേക്ക് കൊണ്ടെത്തിച്ചതിൽ ഇടതിന് വലിയ പങ്കുണ്ട്. അദാനിക്ക് അവിടെ വലിയ ഇളവുകളാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് കൊടുത്തത്. അതുകൊണ്ടാണ് പിണറായി ഒരു അക്ഷരം ഇപ്പോൾ മിണ്ടാത്തത്. VD സതീശൻ ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് VD സതീശൻ നിയമസഭയിൽ പിണറായിയെ എടുത്തിട്ടലക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഓരോരുത്തരും ചോദിക്കുന്നത് എന്ത് ധൈര്യമാണ്, എവിടെ നിന്നാണ് അദാനിക്ക് ഇത്ര ധൈര്യം കിട്ടിയതെന്ന്. അദാനിക്ക് ധൈര്യം കിട്ടാനുള്ള കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. ഇനി വിഴിഞ്ഞം കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഉറപ്പായും അത് അദാനിക്ക് തന്നെയാണ്. ഇടത് സർക്കാരിൻ്റെയും വലത് സർക്കാരിൻ്റെയും കാലത്ത് അദാനിക്ക് ഒരുപാട് ഇളവുകൾ കൊടുക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് പരസ്പരം ഇവർ വിഴിഞ്ഞം വിഷയത്തിൽ രണ്ടു കൂട്ടരും പെട്ടുപോകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ അധികം പോരിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. അമളി പറ്റി അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുന്നത് ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം അണികളും പാർട്ടിയിലെ മറ്റു നേതാക്കളുമാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്തോളം പാർട്ടി പത്രത്തിൽ ഒരു വരി എഴുതാൻ കഴിയില്ല എന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിയമസഭയിൽ സർക്കാരിനെ അടിച്ചിരുത്താൻ പ്രതിപക്ഷം പറയുന്നതെല്ലാം പിണറായിക്കിട്ട് തിരിച്ചടിക്കുകയാണ്. പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് ദേശാഭിമാനിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി കാലത്ത് അദാനി പാർട്ട്ണറാണ്. അദാനിയുടെ കൈ പിടിച്ച് ഇടത് സർക്കാർ വികസന കുതിപ്പിലേക്ക് പോകുന്നുവെന്ന് ദേശാഭിമാനി തള്ളി മറിക്കണം. വിഴിഞ്ഞത്ത് അദാനി പിണറായി ഫ്ലെക്സ് ഉയർന്നത് അതും തള്ളി മറിക്കണം. അദാനിയെ AKG സെന്ററിൽ വിളിച്ചിരുത്തി സ്വീകരിച്ചത് തള്ളി മറിക്കണം. അദാനിയുടെ ജാക്കറ്റ് ധരിച്ച് പിണറായി കുടുംബം വിഴിഞ്ഞത്ത് ബോട്ടിലൂടെ ചീറിപ്പാഞ്ഞതും പൊലിപ്പിച്ചെഴുതണം. എന്നാൽ സതീശന്റെ കാലത്ത് വന്നപ്പോൾ അദാനിയെ ബൂർഷയാക്കി വാർത്ത കൊടുക്കണം. പിണറായി കാലത്ത് അദാനി വികസന നായകൻ, പിണറായി പ്രതിപക്ഷത്തായപ്പോൾ അദാനി കുത്തക മുതലാളി. ഇങ്ങനെ മാറി മാറി വാർത്ത കൊടുത്ത് തൂലികയുടെ മുനയൊടിഞ്ഞെന്നാണ് എഡിറ്ററുടെ മോങ്ങൽ. ഈ ഇടപാട് ഇനി നടക്കില്ല എന്ന് പാർട്ടി പത്രം കടുപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.